ഹലോ, ഒരുപാട് ദിവസങ്ങളായി കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു വൈകുന്നേരത്തിന് കുഴക്കട്ട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ രാവിലെ തന്നെ പച്ചരിയൊക്കെ കഴുകി കുതിർത്താൻ വെച്ചു. ഉച്ചയുടെ മുന്നേ എല്ലാം റെഡിയാക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും മാവ് റെഡിയാക്കാൻ പോവാണ്. പച്ചരി മിക്സിയുടെ ജാറിലിട്ടു. അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതിൽ ജീരകവും തേങ്ങയും കൂടാതെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്, കുരുമുളക്. ഈ കുരുമുളകും കൂടെ ചേർക്കുമ്പോൾ കുഴക്കട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ജീരകവും കുരുമുളകും കൂടെ അരിയിൽ ആഡ് ചെയ്തിട്ട് അരയ്ക്കാൻ പോവാണ്. അങ്ങനെ മാവ് റെഡിയായി. കുരുമുളക് ഒരുപാട് ആവരുത്, കുറച്ചേണ് എടുക്കാവും. അപ്പോൾ ജീരകവും കുരുമുളകും പച്ചരിയും കൂടെ അരച്ചെടുത്തു. അമ്മയാണ് ഉപ്പിട്ടായിരുന്നു കേട്ടോ. ഞാൻ ഉപ്പിട്ടാൽ ചിലപ്പോൾ കുറഞ്ഞു പോവും, അല്ലെങ്കിൽ കൂടിപ്പോവും. അപ്പോൾ അമ്മക്കുട്ടിയാണ് ഉപ്പിട്ടത്. മാവ് അത്യാവശ്യം നല്ല ലൂസായിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ചീനച്ചട്ടി നല്ലതുപോലെ നല്ലെണ്ണ തടവിയെടുക്കണം, ഇല്ലെങ്കിൽ നല്ലപോലെ അടിയിൽ പിടിക്കും. അതിനുശേഷം ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ചീനച്ചട്ടി വയ്ക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് ഒഴിക്കാം. നല്ലപോലെ ഇളക്കണം. ഒഴിക്കുമ്പോഴേക്കന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മാവെല്ലാം കുറുകി വന്നു. ഈ കാണുന്ന ഒരു പരുവമില്ലേ, ചപ്പാത്തി മാവിൻ്റെ പരുവം. ഒരിത്തിരി നല്ലെണ്ണ തൂകിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഇത് നല്ലപോലെ ചൂടുണ്ടാവും. ചൂടാറിയിട്ടേ നമുക്ക് കൈ കൊണ്ട് തൊടാനൊക്കെ പറ്റും. ഇനി നമുക്ക് നാളികേരം ചേർക്കണം. അപ്പം അമ്മക്കുട്ടി ഇതാ നാളികേരം ഇട്ട് തരുന്നുണ്ട്. ചൂടൊന്ന് ആറിയതിന് ശേഷം കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് ഉരുട്ടിയെടുക്കണം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക, എന്നിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ കുഴക്കട്ടയ്ക്കുള്ള മാവ്. കുഴക്കട്ട പലതരത്തിലുണ്ട്. ഉള്ളിൽ മധുരം ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കുഴക്കട്ടയുണ്ട്, തേങ്ങയും ശർക്കരയും അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട്. പിന്നെ പാൽ കുഴക്കട്ടയുണ്ട്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്ന അങ്ങനെ ഗ്രേവിയുള്ള കുഴക്കട്ട. അങ്ങനെ 2-3 വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഈ കുരുമുളക് ചേർക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ സമാജം വനിതാ വിങ് ഒരു ടൂറ് പോയി. ആ സമയത്ത് ഉഷ ചേച്ചിയോ ഗീത ചേച്ചിയോ ആരോ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു കൊഴുക്കട്ട. അപ്പോൾ അതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിൽ കുരുമുളക് ചേർക്കാമെന്ന് മനസ്സിലായത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുരുമുളകൊക്കെ ചേർക്കും. അപ്പോൾ ആ ഒരു ടിപ്പ് അവിടെ നിന്നാണ് കിട്ടിയത്, വനിതാ വിങ്ങുന്ന്. എൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു അടപ്പുണ്ട്. അത് ചില സമയത്ത് അങ്ങനെ വരും കേട്ടോ. അതിന് കാരണമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട എല്ലാം റെഡിയാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിച്ചെമ്പിൽ, ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട അതൊക്കെ റെഡിയായി. ഇതാ നല്ല സൂപ്പർ കൊഴുക്കട്ട. ഇനി ഇത് നമുക്ക് കടുക് വറുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് കടുക് വറുക്കാതെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അച്ഛനൊക്കെ കടുക് വറുത്തിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ കടുക് താളിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു.
കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീ വളരെ താഴ്ത്തി വെക്കണേ, ഇല്ലെങ്കിൽ ഒക്കെ പാടെ കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഇതിന് നാളികേര ചട്നിയാണ് കേട്ടോ ഇവിടെ കോംബോ ആയിട്ട് ഉപയോഗിക്കാറ്. വറുത്തിടുന്നതിന് മുമ്പ് ഞാൻ 2 കൊഴുക്കട്ട മാറ്റി വെച്ചിരുന്നു. 4 മണിക്ക് കാപ്പി കുടിക്കുമ്പോൾ 2 കൊഴുക്കട്ടയും 2 ബിസ്ക്കറ്റും ഒക്കെ ആയിട്ടങ്ങിരുന്നു. അപ്പോൾ കുരുമുളക് ചേർത്തിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ. എൻ്റെ ശബ്ദം അടഞ്ഞിട്ടുണ്ട് എന്തോ പോലെ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.